ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊന്നൊരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിനായി ഞാൻ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മാങ്ങയാണ്. ഇത് നമുക്ക് ചെത്തിക്കൊണ്ടുവരാം. മാങ്ങ ചെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. മാങ്ങ ചെത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരു അരക്കഷ്ണം മാങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മേളിൽ നമുക്ക് അലങ്കരിക്കാനായി ചെറിയ പീസാക്കി ഇടാൻ വേണ്ടിയാണ്. ബാക്കിയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാങ്ങയിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് നല്ലവണ്ണം നമുക്കിത് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഒട്ടും തരിയില്ലാതെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നു. പഞ്ചസാര ചേർത്ത് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലവറിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇത് പുഡിംഗ് നല്ല സെറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത്. ഇതിൽ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കണം. ഇത് നല്ലവണ്ണം തിളയ്ക്കേണ്ട, ഒരു ചെറിയ തിള വരുന്നു. അപ്പോഴേക്കും നമുക്ക് ഈ ചേർത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ നല്ലവണ്ണം കലക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ ഇത് അടിഞ്ഞിരിക്കും. ചേർത്ത് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇത് ഒരു കൈ വെച്ച് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണം. ചെറിയ രീതിയിൽ കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് നല്ലവണ്ണം കട്ടിയാകണ്ട, ഈ ഒരു പരുവം മതി. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. തീ ഓഫാക്കി ഞാൻ സെറ്റ് ചെയ്യാനായി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു കൊണ്ടുവന്ന മാങ്ങയിൽ നിന്നും കുറച്ച് മാങ്ങയുടെ പീസ് എടുത്ത് ഇതിലിട്ട് കൊടുക്കാം. ഞാൻ ഒരു ബൗളിലും കൂടി കുറച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ ചൂടാറാൻ വേണ്ടി 2 മണിക്കൂർ നമുക്ക് പുറത്ത് വെച്ചേക്കാം. അത് കഴിഞ്ഞ് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കണം. അത് ഫ്രീസറിൽ വെക്കാൻ പാടില്ല. മുകളിലെ തട്ടിൽ ഫ്രിഡ്ജിൽ മാത്രമേ വെക്കാവൂ. രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമ്മുടെ സ്വാദിഷ്ടമായ മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്.